നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ബേസിക് സയൻസിലെ കുറച്ച് ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് SCERT പാഠഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇത് അറിയാം. പക്ഷേ പരീക്ഷകൾ നമ്മൾ എപ്പോഴും പറയും പോലെ പരീക്ഷകളുടെ രീതികൾ മാറുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ പരീക്ഷയിലും എന്ത് ചോദിക്കും എന്നത് നമുക്കെന്താണ് പൂർണ്ണമായും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഒന്ന് നോക്കി പോവുകയാണ് ഏറ്റവും നല്ല രീതി. അപ്പോൾ നിങ്ങൾ ഈ SCERT പാഠഭാഗങ്ങളെല്ലാം എടുത്തു വെച്ച് വായിച്ച് അത് ഓരോന്നും നോക്കി പോകുന്നതിലും അതിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റുകളും ഞാനൊന്ന് സോർട്ട് ചെയ്ത് പറയുകയാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്, ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസ് നമുക്കൊന്ന് പ്രധാന പോയിൻറ്റുകൾ മാത്രം ഒന്ന് നോക്കി പോവാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്കറിയാം ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാവും. ഇങ്ങനെ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുമ്പോൾ ആ ജീവികളുടെ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. തൊട്ടു മുൻപ് കണ്ട അല്ലെങ്കിൽ ഇതേ ഒന്നും കൂടി കാണിക്കാം. ഈ ഒരു ചിത്രം നോക്കിയാൽ ഈ ചിത്രത്തിലെ ഈ ആഹാര ശൃംഖലാജാലം വളരെ വൈഡാണെന്ന് മനസ്സിലായില്ലേ? വളരെ വൈഡാണ് അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്ത് ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു ആഹാര ശൃംഖലാജാലമാണിത്. ഇതിൽ ഈ ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ട് നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഹാര ശൃംഖലാജാലത്തിൽ ഇവിടെ നോക്കിക്കേ, ഈ പുല്ല്, പുൽച്ചാടി, കിളി അങ്ങനെ പോകുന്ന ഒരു ശൃംഖല കണ്ടില്ലേ? ഇങ്ങനെ പോകുന്ന ഒരു ഇത് കണ്ടില്ലേ? ഇത്തരത്തിൽ ഈ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരാഹാര ബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ആഹാര ശൃംഖലാജാലം കണ്ടില്ലേ? അതിൽ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ആഹാര ശൃംഖലാജാലം എന്താണെന്നും ആഹാര ശൃംഖല എന്താണെന്നും കൃത്യമായിട്ട് വേർതിരിച്ചു മനസ്സിലാക്കി വെക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് ഇതൊരു ആഹാര ശൃംഖലയാണ് അഥവാ ഫുഡ് ചെയിനാണ്. തൊട്ടു മുൻപ് നമ്മൾ കണ്ടത് ആഹാര ശൃംഖലാജാലമാണ്. അങ്ങനെ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരാഹാര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഈ ആഹാര ശൃംഖലാജാലമായിക്കോട്ടെ അല്ലെങ്കിൽ ആഹാര ശൃംഖല ആയിക്കോട്ടെ, ഇത് നമ്മുടെ ചുറ്റുപാടിലും കാണുന്നത് പോലെ സമുദ്രത്തിലും ഇതുപോലെ പരസ്പരം ആഹാരത്തിന് വേണ്ടിയിട്ട് ജീവികൾ ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. സ്രാവിൻ്റെ ആഹാരം കണവ, മീനുകൾ, കടലാമ മുതലായവയാണ്. മത്തിയുടെ ആഹാരം ചെറുമീനുകളും പ്ലവകങ്ങളുമാണ്. കടലാമയുടെ ആഹാരം അത് സസ്യഭാഗങ്ങളും മീനുകളുമാണ്. ചെറിയ മീനുകളുടെ ആഹാരം അത് പ്ലവകങ്ങളാണ്. അപ്പോൾ പരസ്പരം സമുദ്രത്തിലും ഇങ്ങനെ ജീവികൾ ആഹാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം ആശ്രയിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കിവിടെ മനസ്സിലായി. ഇനി ഇതിലിപ്പം നിങ്ങൾക്ക് കണവ മീനുകൾ കടലാമ എന്താണെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ പ്ലവകങ്ങൾ എന്ന കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവർ. അപ്പോൾ പ്ലവകങ്ങൾ? ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ആര്? ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്താണെന്നാണ് പറഞ്ഞത്. എപ്പിഫൈറ്റ്
വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ. അതിനൊരു ഉദാഹരണമാണ് എന്താ, ഓർക്കിഡ് എന്നുള്ളതും ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ മരവാഴ എന്ന് പറയുന്ന സസ്യം എന്താണ്, മരത്തിൽ എന്ത് ചെയ്യുക, മരത്തിലിങ്ങനെ പറ്റിപ്പിടിച്ച് വളരാനാണ് നോക്കുന്നത്. അതിൻ്റെ ചെറിയ വേരുകൾ ഉപയോഗിച്ച് മരത്തിലിങ്ങനെ പറ്റിപ്പിടിച്ച് വളരാനാണ് നോക്കുന്നത്. പക്ഷേ അതിൻ്റെ കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ എന്താണ്, ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നില്ല, മറിച്ച് അവയുടെ വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്ന അത്തരം സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റുകളെന്ന് പറയുന്നത്. എന്താണ് എപ്പിഫൈറ്റ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അടുത്തതായിട്ട് സെമി പാരസൈറ്റ്സ് എന്താണെന്ന് നോക്കാം. അർദ്ധപരാദങ്ങൾ. സെമി പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ അർദ്ധപരാദങ്ങൾ. എപ്പോഴും മലയാളം വാക്കുകൾ പഠിച്ചു വെക്കുക. കാരണം PSC പരീക്ഷകൾ മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ ഡിഗ്രി ലെവൽ മുതലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിലും ഉൾപ്പെടുത്താറുള്ളത്. അപ്പം മലയാളത്തിലായതുകൊണ്ട് മലയാളം വാക്കുകൾ നന്നായി പഠിച്ചു വെക്കുക. സെമി പാരസൈറ്റ്സ് എന്നുള്ളതിന് അർദ്ധപരാദങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങളെന്ന് വിളിക്കുന്നു. ഇവിടെ എന്താണ് സെമി പാരസൈറ്റ്സ് അഥവാ അർദ്ധപരാദങ്ങളെന്ന് വെച്ചാൽ, അവ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കുന്നത്. പക്ഷേ അവ ആഹാരം എന്ത് ചെയ്യുകയാണ്, സ്വയം നിർമ്മിക്കുക ചെയ്യുന്നത്. പക്ഷേ ആഹാരത്തിന് വേണ്ട ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് നമ്മൾ അർദ്ധപരാദങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ പാരസൈറ്റ്സ് ഉണ്ട്, അഥവാ പൂർണ്ണപരാദങ്ങളെന്ന് പറയും. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങളെന്ന് പറയുന്നു. ഉദാഹരണം മൂടില്ലാത്താളിയാണ്. എന്താണ് ഈ പൂർണ്ണപരാദങ്ങൾ ചെയ്യുന്നത്? അത് ആതിഥേയ സസ്യത്തിൽ നിന്നും നേരിട്ട് ആഹാരത്തെ അങ്ങ് വലിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു കഷ്ടപ്പാടുമില്ല, സുഖമായിട്ട് എന്താണ് ആഹാരത്തെ ഇങ്ങ് വലിച്ചെടുത്തിട്ട് അവ എന്ത് ചെയ്യുന്നു, അവയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആഹാരത്തെ ഇങ്ങനെ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ പൂർണ്ണപരാദങ്ങളെന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് മൂടില്ലാത്താളി. ഇവിടെ നമ്മൾ എന്തു പറഞ്ഞു, എപ്പിഫൈറ്റുകൾ എന്താണെന്ന് പറഞ്ഞു, സെമി പാരസൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ടോട്ടൽ പാരസൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇവിടെ എപ്പിഫൈറ്റുകൾ എന്ന് വെച്ചാൽ അവ എന്താണ്, അവ വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ. അർദ്ധപരാദങ്ങൾ എന്താണ്, അവ ജലവും ലവണവും കൂടി എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്, ഈ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. പൂർണ്ണപരാദങ്ങളാകട്ടെ എന്താണ്, അവ ആഹാരമേ വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്, ആതിഥേയ സസ്യത്തിൽ നിന്നാണ്. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകൾ, എന്താണ് അർദ്ധപരാദങ്ങൾ, എന്താണ് പൂർണ്ണപരാദങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതിലും നോട്ട് ചെയ്യേണ്ട ചില പോയിന്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനുപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജനും ഉണ്ടാകുന്നു. ഇവിടെ എന്താണ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡ്, ജലം ഇവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഓക്സിജൻ എന്ന് പറയുന്ന വാതകമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വേണ്ടത് എന്താണ്, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ചാണ് ആഹാരം നിർമ്മിക്കുന്നതെന്നും, അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണെന്നറിയുക. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വാതകം ഓക്സിജൻ ആണെന്നറിയുക. അതുപോലെ ഇലകളിലുള്ള ഹരിതകം എന്ന വർണ്ണകവും ഇതിന് സഹായിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. അത് നിസ്സാര കാര്യമാണ്, ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലോ, കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മൈക്രോസ്കോപ്പാണ്. അപ്പം ചിലർക്ക് എന്താണ്
ആ ഉത്തരം എഴുതാൻ പെട്ടെന്ന് പറ്റിയില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ്, ഇലകളിലുള്ള സൂക്ഷ്മമായ സുഷിരങ്ങളില്ലേ, അതാണ് സ്റ്റൊമാറ്റ. എന്താണ്? ഇലകളിലുള്ള, ഈ പടം കണ്ടാൽ അറിയാം, ഈ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാക്കുന്ന ഓക്സിജൻ എങ്ങനെ പുറത്തേക്ക് പോകുന്നതും. ഈ കാർബൺ ഡയോക്സൈഡ് ഈ സ്റ്റൊമാറ്റോയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ ഈ സ്റ്റൊമാറ്റോയിലൂടെയാണ് ഓക്സിജൻ പുറത്തേക്കും പോകുന്നത്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമുക്കറിയുന്നത് തന്നെയാണ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്താണ്? കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് സസ്യങ്ങൾക്കുള്ളിലേക്ക് പോകുന്നുണ്ട്, ഓക്സിജൻ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ രാത്രി കാലങ്ങളിൽ എന്താണ്? രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, മറിച്ച് എന്താണ്? ശ്വസനമാണ് നടക്കുന്നത്. ആ ശ്വസനം നടക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ അകത്തേക്കും പോകുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്കും പോകുന്നു. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പൊതുവേ സ്കൂൾ കാലങ്ങൾ തൊട്ട് കേൾക്കുന്നതനുസരിച്ച് നമ്മൾ എന്താണ്? സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നു എന്ന് പഠിച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാത്രിയിലും ഇങ്ങനെയല്ല നടക്കുന്നത്. രാത്രിയിലും എന്താണ്? സസ്യങ്ങൾ ശ്വസിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടാണ് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. ഇത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ എന്താണ്? രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുകയാണ്? പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കാറില്ല, രാത്രി കാലങ്ങളിൽ മരച്ചുവട്ടിൽ കിടന്നുറങ്ങരുതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആൽമരച്ചുവട്ടിലൊന്നും രാത്രിയിൽ കിടന്നുറങ്ങാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതൊക്കെ ചെറിയ മിത്ത് പോലെ പറയുന്നെങ്കിലും അതിന് പിന്നിലുള്ള കാരണം ഇതാണ്. ഇനി നമുക്ക് പകർച്ചവ്യാധികൾ എന്താണെന്ന് നോക്കാം. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ. ഇപ്പോൾ നമുക്ക് പകർച്ചവ്യാധിയുടെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് പറയാനുള്ളത് കോവിഡാണ് അല്ലേ? നമ്മളെല്ലാം ആ ഒരു ഘട്ടത്തിലൂടെ, വലിയൊരു പാൻഡമിക്കായിട്ട് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് കോവിഡായിരിക്കും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികളെന്ന് പറയുന്നത്. ഇനി മഹാമാരികൾ എന്താണ് എന്ന് വെച്ചാൽ, പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. എന്താണ് പാൻഡമിക് അഥവാ മഹാമാരി എന്ന് വെച്ചാൽ? പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയോ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ മഹാമാരി എന്നാണ് പറയുന്നത്. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് രോഗകാരികൾ എന്താണെന്ന് നോക്കാം. നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ എന്താണ്? രോഗകാരികളെന്നാണ് പറയുന്നത്. അപ്പം ഇതും നമുക്കറിയുന്ന കാര്യമാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ നമ്മൾ എന്താണ് പറയുന്നത്? രോഗകാരികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് രോഗകാരികൾ എന്ന് ചോദിച്ചാൽ ഇപ്പം കൃത്യമായൊരു ഉത്തരം നൽകാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്താണ്? 2 ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവും ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യവുമാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി സൂക്ഷ്മജീവികളെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളാണെന്ന് പറഞ്ഞില്ലേ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ. എന്നാൽ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല.
നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. അതുപോലെ നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ നമ്മെ സഹായിക്കുന്നുമുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയ ആണ്. അതുപോലെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ എന്താണ്, എല്ലാ സൂക്ഷ്മജീവികളും നമുക്ക് ദോഷം ചെയ്യുന്നവരല്ല എന്നൊരു പോയിൻ്റാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. കാരണം SCERT NCERT പാഠഭാഗങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പരീക്ഷകളിൽ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് അത് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമുക്ക് ഗുണം ചെയ്യുന്ന ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. പിന്നെ ഇത് ഉപകാരപ്രദമാകുന്ന ഘട്ടങ്ങൾ എന്താണ്, ദോശമാവ് പുളിപ്പിക്കുക, അതുപോലെ ബാക്ടീരിയയും ഫംഗസും ഒക്കെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നുണ്ട്. അതൊക്കെയാണ് ഉപകാരപ്രദമാകുന്ന സന്ദർഭങ്ങൾ. ഇത് പാഠഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരിതാണ്, ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ്, ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചിലയിനം ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണെന്ത്, ഫംഗസുകളുടെ ലോകം. ഫംഗസുകളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്ന കരിമ്പനില്ലേ, നനഞ്ഞൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന കരിമ്പൻ, ആ കരിമ്പനും അതുപോലെ റൊട്ടിയിലുണ്ടാവുന്ന പൂപ്പലില്ലേ, ആ ബ്രെഡിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലില്ലേ, അതൊക്കെ ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള ചില ഫംഗസുകളുടെ പേരാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയതൊക്കെ. അതുപോലെ നമ്മൾ കഴിക്കുന്ന കൂണില്ലേ, മഷ്റൂം, ആ കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുന്നതാണെന്ത്, ഫംഗസുകളെന്നാണ് പറയുന്നത്. അടുത്തത് രോഗാണുവാഹകർ എന്താണെന്ന് നമുക്ക് നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് എന്ത്, രോഗാണുവാഹകർ. എന്താണ് രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. ഇതൊക്കെ രോഗാണുവാഹകരുടെ ചിത്രങ്ങളാണ്. വവ്വാൽ, കൊതുക്, ഈച്ച, ഇതൊക്കെ എന്താണ്, രോഗാണുവാഹകരാണ്. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഇനി ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള 2 വാക്സിനേഷൻ ചാർട്ടാണ്. ഈ വാക്സിനേഷൻ ചാർട്ടിൽ എന്താണ്, BCG, OPV, ഹെപ്പറ്റൈറ്റിസ് B, അങ്ങനെ വാക്സിനുകളുടെ പേരുകളും അത് ഓരോ ഘട്ടങ്ങളിൽ, ഇപ്പോൾ ജനന സമയത്ത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B ഈ വാക്സിനുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ 6 ആഴ്ചയിൽ, 10 ആഴ്ചയിൽ, 14 ആഴ്ചയിൽ കൊടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണെന്നുണ്ട്. അതുപോലെ തന്നെ 9-ാം മാസത്തിൽ, 16 മുതൽ 24 മാസത്തിൽ, 5 മുതൽ 6 വയസ്സ് വരെയും, 10 വയസ്സിലും 16 വയസ്സിലും കൊടുക്കുന്ന എന്താണ് വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ഈ പാഠഭാഗത്തിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് തരികയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, MR എന്ന് പറഞ്ഞാൽ മീസിൽസ്, റുബെല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ, TD എന്താണ്, ടെറ്റനസ്, അത് ഡിഫ്തീരിയ വാക്സിൻ. അതുപോലെ BCG എന്താ, ബാസിലസ് കാൽമറ്റ് വാക്സിനാണ്. അതുപോലെ ഓറൽ പോളിയോ വാക്സിൻ, OPV, ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് B പിന്നെന്താണ്, പോളിയോ വാക്സിൻ, അത് ഫ്രാക്ഷണൽ ഡോസാണ്. പിന്നെ റോട്ടോ വൈറസ് വാക്സിൻ. ഇത് ഓരോ പ്രായവും ആ സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളുമാണ്. ഇത് ജസ്റ്റ് പാഠഭാഗത്ത് കണ്ടപ്പോൾ എന്താണ് ഒന്ന് ചേർത്തു എന്ന് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക.
അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ്. ഇതും അത്ര പ്രയോറിറ്റിയിൽ പറയുന്നതല്ല, കണ്ടപ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്നു. ഏകദേശ അളവാണ്. തലച്ചോറിൽ എത്ര? 73%, രക്തത്തിൽ 94%, വൃക്കകൾ 79%, പേശികളിൽ 75%, ഹൃദയത്തിൻ്റെ 75%, ശ്വാസകോശങ്ങളുടെ 83%, അസ്ഥികളുടെ 31%. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത്. ഇനി ജലത്തിനെ പറ്റി പറയുകയാണ് നമ്മളിവിടെ. അപ്പോൾ ആദ്യമായിട്ട് എന്താ, ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡാക്കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സോഡാക്കുപ്പി കാണാറുണ്ട്. സോഡാക്കുപ്പി പൊട്ടിക്കുമ്പോൾ കുമിളകൾ വരുന്ന കാണാം. അപ്പം ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് എന്ത്, കുമിളകൾ ഉണ്ടാകുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനമെന്നും, എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ നമ്മൾ ലായകമെന്നും, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ ലായനി എന്നുമാണ് പറയുന്നത്. ഇതെല്ലാം എന്താണ്, കെമിസ്ട്രിയുടെ ഭാഗത്തുള്ളതാണ്. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പം ലയിച്ചു ചേരുന്ന വസ്തുവാണ് എന്ത്, ലീനം. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവാണ് ലായകം. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ലായനി. ഇപ്പം നമ്മൾ പഞ്ചസാര ലായനി എന്ന് പറയുകയാണെങ്കിൽ അവിടെ പഞ്ചസാരയാണ് ലീനം, അത് വെള്ളത്തിലാണ് ലയിക്കുന്നത്. അതുകൊണ്ട് ജലം എന്താണ്, ലായകം. ഇത് ലയിച്ച്, ഈ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച് ചേർന്നുണ്ടാകുന്നതാണ് എന്ത്, ലായനിയായ പഞ്ചസാര വെള്ളം. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ജലത്തെ സാർവിക ലായകം എന്നാണ് പറയുന്നത്. എന്താണ്, ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തെ നമ്മൾ സാർവിക ലായകം എന്നാണ് പറയുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. എന്താണ്, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ്, ജലത്തെ പറ്റി പറയുന്നത് കൊണ്ട്. അപ്പം ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും പ്രകൃതിദത്തമായിട്ട് കാണുന്ന ഏക പദാർത്ഥമാണ് എന്ത്, ജലം എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതാണ് എന്ത്, ബാഷ്പീകരണം. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രി പോർഷനിലാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ജലത്തിൻ്റെ ഭാഗം, അത് ശരീരത്തിലുള്ള ജലത്തിൻ്റെ ഏകദേശ അളവ് സൂചിപ്പിക്കുന്ന ഘട്ടത്തിൽ ജലത്തെ പറ്റിയിട്ടൊന്ന് ചെറുതായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ടും അവിടുത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ജലം ഒരു സാർവിക ലായകമാണ് എന്നുള്ള ഒരു പോയിന്റില്ലേ, ജലം ഒരു സാർവിക ലായകമാണ്. ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ലീനവും ലായകവും ലായനിയൊക്കെ എന്താണെന്ന് പറഞ്ഞതാണ്. ഇനി ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് നോക്കാം. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് എന്ത്, ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിനു പകരം പോഷക ലായനികൾ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിക്ക് പറയുന്ന പേരെന്ത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം എന്താണ്, ഹൈഡ്രോപോണിക്സ്. ഇതിൽ പോഷക ലായനികളിലാണ് സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിത്തുമുളയ്ക്കൽ എന്താണെന്ന് നോക്കാം. വിത്ത് കുതിർത്ത് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയിലൂടെ എന്താണ്, വേരായിട്ട് മാറുന്നു. ബീജശീർഷം തണ്ടുമിലയുമായിട്ട് മാറുന്നു. അങ്ങനെ പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിത്തുമുളയ്ക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, വിത്ത് കുതിർന്ന് എന്താണ്, പുറന്തോട് പൊട്ടും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം ബീജമൂലവും പിന്നീട് എന്താണ്, ബീജശീർഷവും പുറത്തു വരും.
ബീജമൂലം ചെടിയുടെ വേരായിട്ട് മാറും. ആദ്യം വരുന്നത് ബീജമൂലം, പിന്നീട് വരുന്നത് ബീജശീർഷം. ഈ ബീജമൂലം എന്താണ്? ബീജമൂലം ചെടിയുടെ വേരായിട്ട് മാറും. ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറും. അങ്ങനെ പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് നമ്മൾ വിത്തുവിതരണം എന്ന് പറയുന്നത്. എന്താണ്? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ത്? വിത്തുവിതരണം എന്ന് പറയുന്നത്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. എന്താണ് തായ്വേരുപടലം എന്ന് ചോദിച്ചാൽ, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. അത് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് നാരുവേരുപടലം ഉള്ളത്. നമ്മളിവിടെ തായ്വേരുപടലവും പറഞ്ഞു, നാരുവേരുപടലവും പറഞ്ഞു. അപ്പോൾ തായ്വേരുപടലം എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. മാവ്, പ്ലാവ് തുടങ്ങിയവയ്ക്കൊക്കെ എന്താണ്? തായ്വേരുപടലമാണ്. ഇനി കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകളുണ്ട്. ഇത് ചേർന്ന വേരുപടലത്തെയാണ് നാരുവേരുപടലം എന്ന് പറയുന്നത്. ഇത് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് എന്ത്? നാരുവേരുപടലം ഉള്ളത്. ഇനി മറ്റു തരത്തിലുള്ള വേരുകളും ഉണ്ട്. സാധാരണയായിട്ട് ബീജമൂലം വളർന്നാണ് വേരുകളായിട്ട് മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ. ഇവിടെ കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകൾ എന്താണ്? ശ്വസന വേരുകളാണ്. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. കണ്ടൽ ചെടി ശ്വസിക്കുന്നത് വേരുകളിലൂടെയാണ്. ആ ശ്വസന വേരുകൾ എന്താണ്? അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നവയായിരിക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ എന്താണ്? ശ്വസന വേര് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എന്താണ്? സാധാരണയായിട്ട് ബീജമൂലം വളർന്നാണ് വേരുകളായിട്ട് മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകും. അവയെ താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകതരം ശ്വസന വേരുകൾ അവയ്ക്കുണ്ട്. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് എന്താണ്? അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. അത് വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളായതുകൊണ്ട് ഇവയെ നമ്മൾ ശ്വസന വേരുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എന്താണ്? താങ്ങുവേരിനും പൊയ്ക്കാൽ വേരിനും പറ്റുവേരിനും ശ്വസന വേരുകൾക്കൊക്കെയുള്ള എക്സാമ്പിളുകളാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. എന്താണ്? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര്, ശ്വസന വേര്. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് സയൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ എന്താണ്? നമുക്കൊന്നും നിസാരമല്ല. നമ്മളെല്ലാം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇനി വരുന്ന ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ അതിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. PSC ഏത് തരത്തിൽ നമ്മളോട് ചോദ്യം ചോദിച്ചാലും നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതണം. നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുള്ള ഓരോ പരീക്ഷകളും എന്താണ്? നമുക്കൊരു അനുഭവങ്ങളാണ്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൂടുതൽ സജ്ജമാക്കിയെടുത്താലേ നമുക്ക് എന്താണ്? ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യവും നിസ്സാരമല്ല. ഈ എപ്പിസോഡ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഇതെല്ലാം അറിയാവുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരെ ജസ്റ്റ് ഒരു റിവിഷനായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഒരുപാട് പേര് അറിയാത്തതായിട്ടുണ്ടായിരിക്കാം. അവരെന്താ ഇതുവരെയും ഇതെനിക്ക് അറിയില്ലല്ലോ എന്നൊന്നും കരുതണ്ട. ഇതിനെയൊക്കെ എന്താണ് കിട്ടുന്ന ആ അവസരത്തിൽ നന്നായി പഠിച്ചെടുക്കുക. ഇനി ഒരിക്കലും ഇത് അറിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നോക്കുക. നമുക്കെന്താണ് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.